ഇറാനിൽ യുദ്ധം നടന്നാൽ എന്താന്ന് ചോദിച്ചിട്ടുള്ള ആളുകളാണ് ഇന്ന് ഗ്യാസിന് വേണ്ടിയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ഇറാൻ യുദ്ധം എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇതിലെ തെറ്റുകാരാണെന്ന് ചോദിച്ചാൽ നൺ അതർ ദാൻ അമേരിക്ക, ഇസ്രായേൽ തന്നെയാണ് ഇതിൽ തെറ്റുകാർ. കാരണം ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിന് ചോദ്യം ചെയ്യാൻ വേറൊരു രാജ്യത്തിന് റൈറ്റ് ഇല്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിന് അമേരിക്ക ഉന്നയിച്ചിട്ടുള്ള വാദമായിരുന്നു ഇതിൽ ഏറ്റവും വലിയ കോമഡി. സമാധാനം കൊണ്ടുവരാനാണ്. ഞാനിവിടെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ലിസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. പോസ്റ്റ് വേൾഡ് വാറിൽ അമേരിക്ക സമാധാനം ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞിട്ട് ആക്രമണം നടത്തിയിട്ടുള്ള രാജ്യങ്ങളുടെ ലിസ്റ്റാണിത്. ഇതിൽ ഏതെങ്കിലും ഒരു ഒറ്റ രാജ്യത്ത് സമാധാനം പൂർണ്ണമായി വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈഫ് ടൈം സെറ്റിൽമെന്റ് ആണ്. അപ്പൊ സമാധാനവാദികൾ ജസ്റ്റ് കുറച്ചൊന്ന് മാറി നിൽക്കുക. ഇതൊരു പ്രത്യേകതര സമാധാനവാദമാണ്. ഇസ്രായേലും അമേരിക്കയും എവിടെയെങ്കിലും ആക്രമണം നടത്തുമ്പോൾ മാത്രം വരുന്ന ഒരു സമാധാനം. ഇനി വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. 20 കൊല്ലം ട്രില്യൺസ് ഓഫ് ഡോളേഴ്സ്, ആയിരക്കണക്കിന് പട്ടാളക്കാരുടെ ജീവൻ, ഇതെല്ലാം ബലി കൊടുത്താണ് അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ സമാധാനം ഉണ്ടാക്കിയത്. എന്തിനെതിരെ? താലിബാനെതിരെ. എന്നിട്ട് 20 കൊല്ലത്തിന് ശേഷം അമേരിക്ക അഫ്ഗാൻ വിടുമ്പോൾ ഈ ഭരണം ആർക്കാ തിരിച്ചേൽപ്പിച്ചു കൊടുത്തത്? താലിബാൻ. യുദ്ധം തുടങ്ങിയിട്ടുള്ള ഫസ്റ്റത്തെ ദിവസത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹോമസ് കടലിടുക്ക് ഇറാൻ അടക്കി വന്നുള്ളത്. അത് നമ്മൾ തെറി പറയാനും നമുക്ക് പ്രത്യേകതരം ചാപ്പ് കുത്താനും വേണ്ടിയിട്ടാണ് ഓരോ ആളുകളോട് ശ്രമിച്ചിട്ടുള്ളത്. അത് എന്തോ ആയിരിക്കട്ടെ, നമ്മൾ പറഞ്ഞ രീതിയിൽ കാര്യങ്ങളൊന്നല്ലോ. ഇതിന് ഒരുപാട് വിവരത്തിന്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് കോമൺ സെൻസ് മാത്രം മതി എങ്ങനെയാണ് യുദ്ധം വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. യുദ്ധം എന്ന് പറഞ്ഞാൽ എപ്പോഴും BGMI കളിക്കുന്ന പോലെ ഏറ്റവും കൂടുതൽ ആളുകളെ കൊല്ലുന്നവർ ജയിക്കുന്ന ഗെയിമല്ല. യുദ്ധം എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് ഗെയിമാണ്. ഒരിക്കലും നിരന്തരം പ്രക്ഷോഭങ്ങളും ചോദ്യങ്ങളും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് യുദ്ധം? ആർക്ക് വേണ്ടിയിട്ടാണ് യുദ്ധം? നമ്മുടെ ബില്യൺസ് ഓഫ് ഡോളേഴ്സ് എന്തിനാണ് ഇസ്രായേലിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ പോയി സ്പെൻഡ് ചെയ്യുന്നത്? ഇത്തരം ചോദ്യങ്ങൾ ട്രംപിനെതിരെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയില്. ദെൻ നാറ്റോ ഇടപെടാത്തൊരു യുദ്ധമാണ്. കാരണം ഇതിനു മുമ്പുള്ള അമേരിക്കയുടെ എല്ലാ അധിനിവേശത്തിലും നാറ്റോയുടെ പ്രോപ്പർ സപ്പോർട്ട് ഉണ്ടായിരുന്നു. നാറ്റോ എന്ന് പറഞ്ഞാൽ ഇവരുടെ അലയൻസ് ആണ്. സ്പെയിൻ അടക്കമുള്ള രാജ്യങ്ങൾ അമേരിക്കയെ റിജക്ട് ചെയ്ത് വിട്ടു. അപ്പൊ ഇങ്ങനെ നാറ്റോ പോലും പങ്കെടുക്കുന്നില്ല. കാരണം ഈ യുദ്ധത്തിൽ ആർക്കും പ്രത്യേകിച്ച് താല്പര്യമില്ല. ഇസ്രായേലിന് മാത്രമാണ് താല്പര്യം. അപ്പൊ ഈ ഇസ്രായേലിന്റെ താല്പര്യം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അമേരിക്ക കിടന്ന് കഷ്ടപ്പെടുന്നത്. ഇതിന്റെ ഔട്ട്കം എന്തായി? ഇതിന്റെ ഔട്ട്കം വേൾഡ് ഇക്കണോമിയാണ് ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇറാൻ ഉദ്ദേശിച്ചതും അതാണ്. ഇറാൻ അറിയാം, ഇറാൻ ഒരിക്കലും പ്രോപ്പർലി ആയുധപരമായിട്ട് അടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു രാജ്യമല്ല അമേരിക്ക അല്ലെങ്കിൽ ഇസ്രായേൽ എന്നുള്ളത് ഓൾറെഡി അവർക്കറിയാം. അവരുടെ ഏറ്റവും പവർ ആയിട്ടുള്ള സ്ട്രാറ്റജീസും അതേപോലെ തന്നെ ജിയോഗ്രഫിക്കൽ അഡ്വാൻറ്റേജസ് ആണ് അവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറാൻ എന്തിനാണ് ദുബൈയിലേക്കും സൗദിയിലേക്കും മിസൈൽ അയക്കുന്നത്? അവിടുത്തെ ആളുകൾ കൊല്ലാനാണോ? അല്ല, അവിടെ ഒരു പ്രഷർ ജനറേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് മാക്സിമം ലെവറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇറാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് ഇറാൻ ഹോമസ് കടലെടുക്കലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറാൻ ചുരുക്കി പറഞ്ഞാൽ ഇത് തുടങ്ങി കുടുങ്ങി എന്ന് പറയും നമ്മുടെ നാട്ടിലൊക്കെ. ഈ രീതിയിലേക്കാണ് ഇത് പോയിട്ടുള്ളത്. വെറും 4 ദിവസം കൊണ്ട് യുദ്ധം തീർക്കുമെന്ന് പറഞ്ഞിട്ട് വന്ന ആളുകളായിരുന്നു. ഇന്നിപ്പം ഇതാ 4ാമത്തെ വീക്കിലേക്ക് വന്നു. ലോകം മുഴുവൻ കംപ്ലീറ്റ്ലി നമ്മളെ അടുക്കളയിലെ വരെ ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ. അതിനെ സംബന്ധിച്ച് എനിക്ക് തോന്നിയത് ആകെ മുങ്ങിയാൽ കുളിരില്ല എന്നുള്ള രീതിയിലാണ്. അതായത് എന്തായാലും ഇത്രയൊക്കെ ഇനിയിപ്പോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഇറാൻ ഇതിലാക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ കോമാളി എന്ന് പറയുന്നത് മിസ്റ്റർ പ്രസിഡന്റ് തന്നെയാണ്. ഒരാവശ്യവും ഇല്ലാതെ എന്തിനു വേണ്ടിയിട്ടാണ് തുടങ്ങിയത് പുള്ളിക്ക് പോലും അറിയില്ല. ഓരോ ദിവസം പുള്ളിക്ക് ഓരോരോ ലക്ഷ്യങ്ങളായിരുന്നു യുദ്ധത്തിന്റെ. ഒരു ലക്ഷ്യം പോലും പ്രോപ്പർലി നടപ്പാക്കാൻ പറ്റിയിട്ടില്ല. റെജീം ചേഞ്ച് പറഞ്ഞു. എന്റെ പൊന്ന സുഹൃത്തുക്കളെ, റെജീം ചേഞ്ച് എന്ന് പറയുന്നത് നാട്ടിൽ നിന്ന് സംഭവിക്കേണ്ട കാര്യമാണ്. അല്ലാതെ മുകളിൽ നിന്ന് ഒരാൾ വന്ന് ബോംബിട്ട് കഴിഞ്ഞാൽ അവിടെ റെജീം ചേഞ്ച് ഉണ്ടാവില്ല. ഓക്കെ, സോ ലെറ്റ് മീ ക്ലാരിഫൈ മൈ പോയിന്റ്. ഇറാനിൽ പ്രശ്നങ്ങളുണ്ട്. അതിനൊരിക്കലും പുറമേ നിന്നുള്ള ഒരു ശക്തി വന്നിട്ട് ബോംബിട്ടാൽ ആ പ്രശ്നങ്ങൾ തീരുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അങ്ങനെ ചെയ്യുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം ഈ അവസ്ഥ നാളെ ഏതൊരു രാജ്യത്തിനും വരാം. ഇതിനു മുമ്പ് ഇങ്ങനെ തന്നെയാണ് ഇവർ ചെയ്തിട്ടുള്ളത്.